അവരൊക്കെ പറഞ്ഞതാണ് ആവശ്യപ്പെട്ടത്. ആ വിഷയത്തിൽ സർക്കാരാണ് തീരുമാനിക്കേണ്ടതെന്നുള്ളതാണ്. അവിടെ കുടിയൊഴിപ്പിക്കപ്പെടുന്നവരുടെ പ്രശ്നമുണ്ട്. 600ഓളം കുടുംബങ്ങൾ. ആ കുടിയൊഴിപ്പിക്കുന്നതിലൊന്നും മുസ്ലിം സംഘടനകൾക്ക് ഒരു യോജിപ്പുമില്ല. ഈ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ അത് സർക്കാർ ഇടപെട്ടുകൊണ്ട് തന്നെ അത് തീർക്കണം എന്നാണ് തങ്ങളുടെ അറിവുകൾ. അത് തന്നെയാണ് ഇപ്പോൾ പറഞ്ഞത്. കോടതിയൊക്കെ ഉണ്ടല്ലോ, കോടതിയൊക്കെ ഉണ്ടല്ലോ. സമൂഹത്തിൽ അത് ശ്രദ്ധ ഉണ്ടാക്കുന്ന ഒരു വിഷയമായിരുന്നു മതപരമായ ബാബരി മസ്ജിദ് വിഷയം. ബാബരി മസ്ജിദ് വഖഫ് ഭൂമിയിലാണ്, അതെല്ലാവരും അംഗീകരിക്കുന്നതാണ്. പക്ഷേ അവിടെ മുസ്ലിം പേഴ്സണൽ ലോബോടും മറ്റുള്ളവർക്ക് അതിനെ തീരുമാനിച്ചെത്ത സുപ്രീം കോടതി കൈകാര്യം ചെയ്യട്ടെ. സുപ്രീം കോടതിയുടെ തീരുമാനം വന്നു, എല്ലാവരും അത് അംഗീകരിച്ചു. അതാണ് ഇത്. ഈ രാജ്യത്ത് നമ്മൾക്ക് മതപരമായി അതിലുള്ള ചില കാഴ്ചപ്പാടുകളും ചില വിധികളൊക്കെ ഉണ്ടാവും, അത് നമ്മൾ പറയും. പക്ഷേ നിയമം ഉണ്ടാകുമ്പോൾ ആ നിയമം അനുസരിച്ചാണ് ഈ ഇവിടെ പലതും. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവിടെ ഇസ്ലാമികമായിട്ട് ഫസ്റ്റിനെ കാവ്യ ഫസ്റ്റ് ചെയ്താലൊന്നും ഇവിടെ ഗവൺമെന്റ് അംഗീകരിക്കണില്ല. കാവ്യ ആക്ട് പ്രകാരം അത് നിയമത്തിലില്ല. കോടതിയിൽ നിന്ന് എന്തോ ഇപ്പത്തെ നിയമങ്ങളൊക്കെ അനുസരിച്ച് ഒരു വിവാഹം മോചനം ഉണ്ടാക്കുകയാണെങ്കിൽ അതാണ് അംഗീകരിക്കുന്നത്. ഈ വിഷയത്തിൽ ലീഗിന്റെ നേതാക്കൾ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഞങ്ങളോട്